ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച മതമേലധ്യക്ഷന്മാരുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട പാകിസ്ഥാൻ പരാമർശത്തെ അപലപിച്ച് ഇന്ത്യ. നാഷണൽ ഹെറാൾഡ് കേസിലെ ഇഡി നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. ഇഡിയെ ഭയപ്പെടുത്താനുള്ള നീക്കമാണിതെന്ന് ബിജെപി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. യുഎൻ രക്ഷാസമിതി പരിഷ്കരണത്തിൽ മതാധിഷ്ഠിത പ്രാതിനിധ്യം അനുവദിക്കണമെന്ന നിർദ്ദേശത്തെ എതിർത്ത് ഇന്ത്യ ഉൾപ്പെടെയുള്ള G4 രാജ്യങ്ങൾ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച മതമേലധ്യക്ഷന്മാരുടെ ഓൺലൈൻ യോഗം പുരോഗമിക്കുന്നു. വൈകിട്ട് 3:30 സർവകക്ഷി യോഗവും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരും. കേരളത്തിൽ ലഹരി വ്യാപനം തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് യോഗം വിളിച്ചു ചേർത്തത്. ലഹരിക്കെതിരെ പ്രത്യേക കർമ്മ പദ്ധതിക്ക് രൂപം നൽകാനുള്ള നടപടികളും സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കെത്തും. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിൽ 3-അംഗ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. 70 ഹർജികൾ കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയിട്ടുണ്ട്. നിയമ ഭേദഗതിയെ അനുകൂലിച്ച് ബിജെപി ഭരിക്കുന്ന 6 സംസ്ഥാന സർക്കാരുകൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെ ഹർജികൾ കോടതി പരിഗണിക്കും. വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ച് പാകിസ്ഥാൻ നടത്തിയ പരാമർശം അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമാണെന്ന് ഇന്ത്യ. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പാകിസ്ഥാന് അവകാശമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രതികരിച്ചു. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിലെ സ്വന്തം പോരായ്മകളാണ് പാകിസ്ഥാൻ പരിശോധിക്കേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പ്രതിയാക്കിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടിക്കെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധിച്ച് കോൺഗ്രസ്. പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് നടപടിയെന്ന് കോൺഗ്രസ് നേതാക്കൾ വിമർശനമുന്നയിച്ചു. എന്നാൽ ഇഡിയെ ഭയപ്പെടുത്താനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നതെന്ന് ബിജെപി നേതാക്കൾ കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ പുതിയ ആദായ നികുതി ബില്ലുമായി ബന്ധപ്പെട്ട ലോക്സഭാ സെലക്ട് കമ്മിറ്റി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ബിജെപി എംപി ബൈജയന്ത് പാണ്ഡ അധ്യക്ഷനായ 31-അംഗ സമിതിയാണ് ബിൽ പരിഗണിക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. OALP നയത്തിന്റെ ഭാഗമായി 28 ഓയിൽ ഗ്യാസ് ബ്ലോക്കുകൾ അനുവദിച്ച് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന്റെ നടപടി രാജ്യത്തിന് മികച്ച സാധ്യതകൾ കൈവരിക്കാൻ അവസരം ഒരുക്കുന്നതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ നടപടി സഹായിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷ പങ്കുവച്ചു. കേന്ദ്രം അടുത്തിടെ പാസാക്കിയ ഔട്ട്ഫീൽഡ് ഭേദഗതി ബില്ലിലെ ചട്ടങ്ങൾക്ക് അന്തിമ രൂപം നൽകുന്നതിനായി ഊർജ്ജ മേഖലയിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്നും അദ്ദേഹം അഭിപ്രായങ്ങളും ക്ഷണിച്ചു. We are also celebrating the formal coming into effect of the new legislation. But what is important, not that it is only coming into effect today. What is more important, we are circulating draft rules which have been put in the public domain, which we invite all stakeholders in the ecosystem to comment on. ഇന്ത്യ-US ഉഭയകക്ഷി വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ച ഈ ആഴ്ച നടക്കുമെന്ന് കേന്ദ്ര സർക്കാർ. 2030 ആകുമ്പോഴേക്കും അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ വ്യാപാരം $50,000 കോടി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വാണിജ്യ വ്യവസായ സെക്രട്ടറി സുനിൽ ബർദ്വാൾ അറിയിച്ചു. ഉഭയകക്ഷി വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കും മുന്നിൽ നിരവധി അവസരങ്ങൾ തുറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായുള്ള മാതൃകാ ടൌൺഷിപ്പ് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ സർക്കാർ ഏറ്റെടുത്ത 64 ഹെക്ടർ ഭൂമിയിലാണ് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത്. ഇതിലെ മോഡൽ വീടുകളുടെ നിർമ്മാണമാണ് ആരംഭിച്ചത്. 2 മോഡൽ വീടുകളാണ് നിർമ്മിക്കുന്നത്. ഇതിനുശേഷമാണ് മറ്റ് വീടുകൾ നിർമ്മിക്കുക. ഗുണഭോക്താക്കളുടെ എണ്ണം കൂടി ലഭ്യമായാൽ DPR തയ്യാറാക്കി 4 ക്ലസ്റ്ററുകളായി തിരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. 4 ക്ലസ്റ്ററുകളിലേക്കുമുള്ള റോഡിന്റെ നിർമ്മാണവും അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കും. എന്നാൽ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഇന്നലെ ലേബർ ഓഫീസിൽ വെച്ച് ചർച്ച നടത്തിയിരുന്നു. 19-ന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചർച്ച നടത്തി പ്രശ്ന പരിഹാരത്തിനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ നാളെ പെസഹ ആചരിക്കും. കുരിശുമരണം വരിക്കുന്നതിന് മുൻപായി യേശു ശിഷ്യന്മാരോടൊപ്പം അവസാനമായി കഴിച്ച അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഈ ദിനം. നാളെ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്കു പുറമെ പ്രത്യേക പ്രാർത്ഥനകളും കാൽ കഴുകൽ ശുശ്രൂഷയും വീടുകളിൽ പെസഹ അപ്പം മുറിക്കുന്ന ചടങ്ങും നടക്കും. ജൈവ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് 35% വർധനയുണ്ടായതായി കേന്ദ്ര സർക്കാർ. പുതിയ കണക്കുകൾ പ്രകാരം $665 മില്യൺ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇത് $494 മില്യൺ ആയിരുന്നു. US, യൂറോപ്യൻ യൂണിയൻ, കാനഡ, UK എന്നിവയാണ് ഇന്ത്യൻ ജൈവ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ പ്രധാന വിപണികൾ. ജൈവ ഉൽപ്പന്ന കയറ്റുമതിയിൽ 2030ഓടെ $1 ബില്യൺ മറികടക്കാനാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. റെയിൽ പദ്ധതികളുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് ഉത്തരാഖണ്ഡ് സന്ദർശിക്കും. ഋഷികേശ് റെയിൽവേ സ്റ്റേഷനും പൌരി ഗർവാൾ ജില്ലയിലെ ജനാസു തുരങ്കവും കേന്ദ്രമന്ത്രി സന്ദർശിക്കും. ഋഷികേശ് കർൺപ്രയാഗ് റെയിൽവേ പദ്ധതിയുടെ ഭാഗമായുള്ള തുരങ്കത്തിന്റെ നിർമ്മാണ പുരോഗതി അദ്ദേഹം വിലയിരുത്തും. ശക്തമായ മഞ്ഞുവീഴ്ചയെ തുടർന്ന് അടച്ചിട്ട ജമ്മുകശ്മീരിലെ ചരിത്രപ്രസിദ്ധമായ മുഗൾ റോഡ് ഗതാഗതത്തിനായി തുറന്നു. 3 മാസമായി ഇതുവഴിയുള്ള ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. വടക്കൻ കശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയെ ജമ്മുവിലെ രജൌരി, പൂഞ്ച് പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന 84 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയാണിത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ന്യൂഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. UN രക്ഷാസമിതി പരിഷ്കരണത്തിൽ മതാധിഷ്ഠിത പ്രാതിനിധ്യം അനുവദിക്കണമെന്ന നിർദ്ദേശത്തെ എതിർത്ത് ഇന്ത്യ ഉൾപ്പെടെയുള്ള G4 രാജ്യങ്ങൾ. ഇത് UN രീതികൾക്ക് വിരുദ്ധമാണെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി P. ഹരീഷ് പറഞ്ഞു. രക്ഷാസമിതിയിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തെ സ്ഥിരാംഗമാക്കണമെന്ന് തുർക്കിയെ പ്രസിഡന്റ് എർദോഗൻ അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ ചൈന, US, UK, ഫ്രാൻസ്, റഷ്യ എന്നിവയാണ് രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങൾ. വടക്കൻ ഗാസ സന്ദർശിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. ലക്ഷ്യം കൈവരിക്കുന്നതുവരെ ഹമാസിനെതിരായ സൈനിക നടപടികൾ ശക്തമായി തുടരുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി, സേനാ മേധാവി എന്നിവർക്കൊപ്പമായിരുന്നു സന്ദർശനം. 18 മാസമായി തുടരുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ 51,000 പേരുടെ ജീവൻ നഷ്ടമായതാണ് മേഖലയിൽ നിന്നുള്ള കണക്കുകൾ. രാജ്യത്തെ ഓഹരി വിപണികളിൽ താരതമ്യേന മാറ്റമില്ലാതെ വ്യാപാരം പുരോഗമിക്കുന്നു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 32 പോയിന്റ് നേട്ടത്തിൽ 76,767-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 22 പോയിന്റ് നേട്ടത്തിൽ 23,351-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വർധന. പവന് 760 രൂപ വർദ്ധിച്ച് 70,520 രൂപയും ഗ്രാമിന് 95 രൂപ വർദ്ധിച്ച് 8,815 രൂപയുമാണ് ഇന്നത്തെ വില. സൂര്യാഘാതവും ഉഷ്ണതരംഗത്തെയും സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച് തെലങ്കാന. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ദുരന്തബാധിതരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ ധനസഹായം ലഭ്യമാക്കുന്നതിന് ഇതിലൂടെ സാധിക്കും. വരും ദിവസങ്ങളിൽ തെലങ്കാനയിൽ സാധാരണയേക്കാൾ കൂടുതൽ പകൽ ചൂട് അനുഭവപ്പെടുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിൽ ഇന്നലെ വൈകുന്നേരമുണ്ടായ ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന 2 മാവോയിസ്റ്റുകളെ വധിച്ചു. 13 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്ന മാവോയിസ്റ്റുകളാണ് കൊല്ലപ്പെട്ടത്. പ്രദേശത്ത് നിന്ന് നിരവധി ആയുധങ്ങളും കണ്ടെടുത്തു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബൂത്ത് തല ഏജന്റുമാരുടെ പരിശീലനം ഇന്നു മുതൽ തുടങ്ങും. 200-ലധികം BLA-മാർക്കാണ് പരിശീലനം നൽകുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ ADGP MR അജിത് കുമാറിന് സംസ്ഥാന സർക്കാരിന്റെ ക്ലീൻ ചിറ്റ്. MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചു. മുൻ MLA PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലാണ് അജിത് കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം നടന്നത്. വഖഫ് നിയമ ഭേദഗതി വിഷയത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന റാലി ഇന്ന് വൈകുന്നേരം കോഴിക്കോട് കടപ്പുറത്ത് നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച മതമേലധ്യക്ഷന്മാരുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട പാകിസ്ഥാൻ പരാമർശത്തെ അപലപിച്ച് ഇന്ത്യ.
നാഷണൽ ഹെറാൾഡ് കേസിലെ ED നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. EDയെ ഭയപ്പെടുത്താനുള്ള നീക്കമാണിതെന്ന് BJP. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. UN രക്ഷാസമിതി പരിഷ്കരണത്തിൽ മതാധിഷ്ഠിത പ്രാതിനിധ്യം അനുവദിക്കണമെന്ന നിർദ്ദേശത്തെ എതിർത്ത് ഇന്ത്യ ഉൾപ്പെടെയുള്ള G4 രാജ്യങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.